നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെട്ടു പോവാണെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. അതല്ലേ ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് വേറൊരാളും കൂടിയും പരാജയപ്പെട്ടിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായേനെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമുക്കൊന്ന് വ്യത്യസ്തരാവാം. എല്ലാവരും വിജയിക്കട്ടെ എന്ന്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പരാജയങ്ങളുണ്ട്, എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവിടേക്കും നമുക്കൊരു പ്രതീക്ഷയാവാനും ഒരു അത്ഭുതം 100% ഞാൻ വിഷ്ണുമായ സ്വാമിയിൽ വിശ്വസിക്കുന്നു. ഞാനിത് പ്രചരിപ്പിക്കാനും കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് പരാജയത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്തിനാണ് ദുരിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്തിനാണ് നമ്മളുടെ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്കൊരു അത്ഭുതം ചിന്തിച്ചൂടെ? അതൊരു ഹാപ്പിനെസ് അല്ലേ? എപ്പോഴും നമുക്ക് നല്ല കാര്യം നടക്കും, നമുക്ക് അങ്ങനെ നല്ലൊരു ജീവിതം കിട്ടും. ആ ഒരു സ്വപ്ന ലോകത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു സന്തോഷമല്ലേ? നമ്മൾ എന്തായാലും പരാജയപ്പെടും എന്ന് ചിന്തിച്ചിരിക്കുന്നതിൽ എന്ത് സന്തോഷമാണ് നമുക്കുള്ളത്? അപ്പൊ നമ്മൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്നും കൂടെ ഉണ്ടാകും.